കൃഷ്ണ. കോടി സൂര്യപ്രഭയോടെ വിളങ്ങണ ഭൂലോക വൈകുണ്ഠനാഥൻ്റെ തിരുനടയിൽ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നപ്പോൾ ആനന്ദസ്വരൂപനായിട്ട് ചിന്മയരൂപനായി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപമാണ് അലങ്കരിച്ചിട്ടുള്ളത്. ഇന്നത്തെ അലങ്കാരത്തിൽ ഭഗവാൻ ഒരു കുഞ്ഞു മിടുക്കനായ പൊന്നുണ്ണിയായിട്ടാണ് നിലകൊള്ളണത്. പട്ടുകോണകവും കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുള്ള ഒരു നല്ല പൊന്നുണ്ണിക്കണ്ണനാണ്. ഭഗവാൻ ചാർത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു പട്ടുകോണകമാണ്. അവിടുത്തെ കുഞ്ഞുവയറിനോട് ചേർന്ന് തിളങ്ങുന്ന സ്വർണ്ണ കിങ്ങിണി ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. തൃപ്പാദങ്ങളിൽ പൊൻതളകൾ ചാർത്തിയുണ്ട്. കുഞ്ഞു കൈകളിൽ കൈവളകളും തോൾവളകളും ഭഗവാന് ചാർത്തിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായ പരമാത്മാവ് ഭക്തരുടെ വാത്സല്യത്തിന് മുന്നിൽ ഒരു കുഞ്ഞായി സ്വയം സമർപ്പിക്കുന്ന ഒരു പ്രതീകമാണ് ഇന്നത്തെ അലങ്കാരം എന്ന് പറയുന്നത്. ഭക്തൻ്റെ നിർമ്മലമായ സ്നേഹമാണ് ഭഗവാൻ ചാർത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. ആനന്ദസ്വരൂപനായ ഭഗവാന്റെ തിരുമുഖത്ത് സ്വർണ്ണഗോപിയും ചെവികളിൽ മനോഹരായ ചെവിപ്പൂക്കളും ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് മനോഹരായ ഗോപി തിലകങ്ങൾ ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ വലത് കയ്യിൽ നോക്കി നോക്കൂ, പ്രിയപ്പെട്ട വെണ്ണയുരുളയാണ്. ഇടത് കയ്യിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട ഓടക്കുഴൽ. ഭഗവാന്റെ ഇടത് ഭാഗത്തായിട്ട് ഒരു വലിയ വെണ്ണക്കുടം കൂടി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നിങ്ങനെ വെണ്ണ വാരി കഴിക്കാൻ കാത്തു നിൽക്കുന്ന ഭാവത്തിലാണ് പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. ഒരു കയ്യിൽ വെണ്ണയുരുളയും മറു കയ്യിൽ ഓടക്കുഴലുമായിട്ട് താഴെയിരിക്കുന്ന വെണ്ണക്കുടത്തുനിന്ന് വെണ്ണ കഴിക്കാൻ കാത്തു നിൽക്കുന്ന പൊന്നുണ്ണിയാണ് ഇന്നത്തെ അലങ്കാരം എന്ന് പറയുന്നത്. ഹൃദയാകുന്ന വെണ്ണക്കുടത്തിലെ ശുദ്ധമാകുന്ന ഭക്തിയായ വെണ്ണയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഓടക്കുഴൽ പ്രണവനാദത്തിൻ്റെ, അതായത് ഓംകാരത്തിൻ്റെ പ്രതീകമാണ്. ജീവൻ ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ ഹൃദയം ഒരു ഓടക്കുഴൽ പോലെ ശൂന്യമാവണം. അപ്പോൾ ഭഗവാൻ അതിലൂടെ അനന്തമായ ആനന്ദത്തിൻ്റെ സംഗീതം പൊഴിക്കും എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ശ്രീലകത്ത് പൊന്നുകിരീടമൊക്കെ ചാർത്തി ഇങ്ങനെ നിൽക്കുന്ന ഭഗവാന്റെ മുകളിലായിട്ടും തിരുമുടിയിലായിട്ടും ഒക്കെ പുഷ്പാലങ്കാരങ്ങളുണ്ട്. പൊന്നുകിരീടത്തിന് മുകളിലായിട്ട് 2 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. വെളുത്ത പുഷ്പങ്ങൾക്കിടയിൽ തെച്ചിപ്പൂവുകൾ ഇങ്ങനെ പൊട്ടുപോലെ പതിപ്പിച്ച മനോഹരായ 2 മാലയാണ്. ഒപ്പം താമരയും തുളസിയും ചേർത്ത് വെച്ച ഒരു മാലയുണ്ട്. ഭഗവാന്റെ കഴുത്തിൽ 2 വലിയ ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് പൂർണ്ണമായും താമരപ്പൂക്കൾ മാത്രമായി കോർത്തതും, രണ്ടാമത്തത് തെച്ചി, തുളസി, വെളുത്ത പൂക്കൾ ഇവ ഇടകലർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു ഉണ്ടമാലയും കൂടിയാണ് ഉള്ളത്. വിധാനമായിട്ട് നോക്കി നോക്കൂ, മാലകൾക്ക് ഇങ്ങനെ മുകളിലായിട്ട് ഭഗവാന്റെ മേലാപ്പായിട്ട് ഇങ്ങനെ 4-5 ഉണ്ടമാലകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൽ 2 തെച്ചിയും തുളസിയും ചേർത്തതും, ബാക്കിയുള്ളതൊക്കെ തുളസിപ്പൂക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട തുളസിപ്പൂക്കൾ മാത്രം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടമാലകളാണ്. വിടർന്ന താമരപ്പൂവ് ഭക്തന്റെ വിടർന്ന ഹൃദയത്തിനെയും, തുളസിപ്പൂവ് സമർപ്പണത്തിൻ്റെയും, പൂർണ്ണമായ സമർപ്പണത്തിനെയും ആണ് സൂചിപ്പിക്കുന്നത്. ഈ സച്ചിദാനന്ദ തിരുമുഖം മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ തൃപ്പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അഭയം പ്രാപിക്കാം. കണ്ണാ, ഒരിക്കലും കൈവിടരുതേ എൻ്റെ കണ്ണാ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. എന്നും നാമം ജപിക്കാൻ തോന്നിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ആ തൃപ്പാദങ്ങളിൽ സർവവും സമർപ്പിച്ച് നമുക്ക് ഭക്തിയോടെ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.